തിരുവനന്തപുരം സിറ്റിയിലെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ 2/7/2014 രാത്രിയും പിറ്റേന്ന് പുലർച്ചെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിലും രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നതിൽ പോലീസ് കേസുകളെടുത്ത് അന്വേഷിച്ചു വരുന്നു. 2/7/2024 രാത്രി കാര്യവട്ടം മെൻസ് റിസർച്ച് ഹോസ്റ്റലിൽ പുറത്തുനിന്നുള്ള ഒരാൾ പ്രവേശിച്ചത് കാരണമുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. KSU നേതാക്കളോടൊപ്പമാണ് ക്യാമ്പസിന് പുറത്തു നിന്നുള്ള ജോബിൻസൺ എന്നയാൾ എത്തിയതെന്ന് പോലീസ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 15ഓളം SFI പ്രവർത്തകർക്കെതിരെ KSU നേതാവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകാര്യം പോലീസ് ക്രൈം നമ്പർ 710/2024 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു. തുടർന്ന് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കോൺഗ്രസ് MLAമാരായ ശ്രീ ചാണ്ടി ഉമ്മൻ, ശ്രീ M. വിൻസെൻ്റ് എന്നിവർ സ്ഥലത്തെത്തി ഉപരോധത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഈ സമയത്ത് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ പോലീസ് ഓഫീസർ സന്തോഷിന് കല്ലേറിൽ നെഞ്ചിൽ പരിക്കേറ്റു. ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ MLAമാരായ M. വിൻസെൻ്റ്, ചാണ്ടി ഉമ്മൻ എന്നിവർക്ക് പുറമെ 20ഓളം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ക്രൈം നമ്പർ 709/2024 ശ്രീകാര്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു. ഇതേസമയം SFI പ്രവർത്തകരും സ്റ്റേഷന് സമീപത്തുണ്ടായിരുന്നു. സംഘർഷാവസ്ഥ സംജാതമായ സാഹചര്യത്തിൽ 20ഓളം SFI പ്രവർത്തകർക്കെതിരെയും ശ്രീകാര്യം പോലീസ് ക്രൈം നമ്പർ 708/2024 സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2/7/2024 രാത്രി ഹോസ്റ്റലിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ക്യാമ്പസിന് പുറത്തുള്ള ആദിനാഥ് എന്ന വ്യക്തി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 7 SFI പ്രവർത്തകർ ഉൾപ്പെടെ 9 പേർക്കെതിരെ ശ്രീകാര്യം പോലീസ് ക്രൈം നമ്പർ 711/2024 മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KSUക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ 5 പേരെ പ്രതികളാക്കി മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഘർഷാവസ്ഥ നിയന്ത്രണ വിധേയമാക്കുന്ന ലക്ഷ്യത്തോടു കൂടി പോലീസ് കൃത്യമായ ഇടപെടലും പ്രവർത്തനവുമാണ് നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ വിവേചനവുമില്ലാതെയാണ് നടപടികളെടുത്തു വരുന്നത്. സംഭവം സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളിലും ശക്തമായ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കും. ക്യാമ്പസുകളിൽ ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്താൻ ബന്ധപ്പെട്ട എല്ലാവരും തയ്യാറാകേണ്ടതുമുണ്ട്. ഈ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല.